തിരുവമ്പാടി. കൂടുതൽ ഡിസൈനുകളിലേക്ക്, കൂടുതൽ ചിത്രപ്പണികളിലേക്ക് പോകുന്നു തിരുവമ്പാടി. പല വർണ്ണങ്ങളിൽ ഒഴുകുന്ന നിറങ്ങൾ, പല വർണ്ണങ്ങളിൽ ചുവപ്പും പച്ചയും നീലയും മഞ്ഞയും ഒക്കെ ഒഴുകിയിറങ്ങുന്ന നിറങ്ങളിൽ, ഒഴുകിയിറങ്ങുന്ന ഡിസൈനുകളിൽ ഇതാ തിരുവമ്പാടിയുടെ കുടകൾ എല്ലാത്തിലും അതിമനോഹരമായ തിരുവമ്പാടിയുടെ ചിത്രത്തുന്നലിന് ഒരിക്കൽ കൂടി പാറമേക്കാവിന്റെ മറുപടി. വീണ്ടും നക്ഷത്രങ്ങൾ തുന്നിച്ചേർത്ത ആ കുടകളുമായി ദേവി, പാറമേക്കാവ് ദേവിയുടെ സാന്നിധ്യം കുടകളിലും പ്രകടമാണ്. ദേവീ സാന്നിധ്യം, ദേവീ രൂപങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ കുടയും നെയ്തെടുത്തിരിക്കുന്നത്, പണിതെടുത്തിരിക്കുന്നത് അല്ലെ മധുവേട്ട? എത്ര മനോഹരമായ കാഴ്ചകൾ. ഇത് നോക്കൂ, ആ കളറുകളെ ചേർത്തിണക്കിയിരിക്കുന്നത് എത്ര രസകരമായി ലയിപ്പിച്ചെടുത്തിരിക്കുന്നു. അതാണ് തിരുവമ്പാടിയുടെ കുടയെങ്കിൽ മറുഭാഗത്ത് നമ്മൾ കണ്ടത് ദേവിയെ ആലേഖനം ചെയ്ത അതിമനോഹരം. അപ്പോൾ മുമ്പൊക്കെ 1 മിനിറ്റെങ്കിലും 2 മിനിറ്റ് വരെ കുടകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഘട്ടമുണ്ടായിരുന്നു. സെറ്റുകൾ 1 മിനിറ്റിലായി മാറി. ഇപ്പോൾ 1 മിനിറ്റ് പോലുമില്ല അതിനുള്ളിൽ തന്നെ, എന്ന് വെച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് 60 സെറ്റ് കുടകളെങ്കിലും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും നയനാനന്ദകരമായ കാര്യം. പാറമേക്കാവിൽ അമ്മേ ദേവി ശരണം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പാറമേക്കാവിൽ അമ്മയെ ആലേഖനം ചെയ്ത ആ കുടകൾ മാറ്റുന്നു. അടുത്ത ഡിസൈനുകൾ കളങ്ങൾ നിറഞ്ഞ, ചെസ്സിനെ ഓർമ്മിപ്പിക്കുന്ന കളങ്ങൾ നിറഞ്ഞ കുടകൾ ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവ്. മറുഭാഗത്ത് ഒറ്റ നിറത്തിൽ സ്വർണ്ണ ഡിസൈനോടുകൂടിയുള്ള കുടകൾ ഉയർത്തി തിരുവമ്പാടിയും. അങ്ങനെ അതിലും അതിമനോഹരമായ സൂക്ഷ്മാംശത്തിൽ കാണാൻ കഴിയുന്ന ഡിസൈനുകളാണ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ. ഇതൊരു ചെസ് കളത്തെ ഓർമ്മപ്പെടുത്തുമെങ്കിൽ പൂക്കളും ഇലകളും ചേർത്ത് ചതുരംഗ കളങ്ങൾ എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ഒരിക്കലും ഒരു കാലാളിന് മുന്നോട്ട് വെച്ച ഒരു കാൽ പിന്നോട്ട് ഒരിക്കലും തിരിച്ചു വയ്ക്കാനാവില്ല. അത് തന്നെയാണ് ചതുരംഗത്തെ മനുഷ്യ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നത്. ആ ചതുരംഗക്കളത്തിൽ മനുഷ്യൻ വെറും കാലാളുകൾ മാത്രം. അതിനപ്പുറത്ത് ദേവചൈതന്യങ്ങൾ ഇരമ്പിയെത്തുമ്പോൾ ആ സഹായമില്ലാതെ, ആ കരുണയില്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മറ്റൊരു മഹാ ഉത്സവത്തിന്റെ അതിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. വീണ്ടും തിരുവമ്പാടി ഉയർത്തുന്നു. നീലയും പച്ചയുമൊക്കെ ഇടകലർന്ന നിറങ്ങളിൽ അതിമനോഹരമാണ്. വെള്ളിയലുക്കിട്ട ആ കുടകൾക്ക് ആകാശത്തേക്ക് പറയുമ്പോൾ പാറമേക്കാവിന്റെ അടുത്ത കുട അതിൽ കൂടുതൽ എത്രയോ നിറങ്ങൾ ചേർത്തിണക്കിക്കൊണ്ടാണ് വീണ്ടും നമ്മൾ പറഞ്ഞ ആ ചതുരംഗ കളിയുടെ കൂടുതൽ ചതുരംഗ കള്ളികൾ എന്ന പോലെ ഒരുപാട് ഇലകളുടെ രൂപത്തിൽ കള്ളികളെ ചേർത്തിണക്കിക്കൊണ്ടാണ് പാറമേക്കാവിൻ്റെ ആ കുടകൾ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3-4 മിനിറ്റ് കാണുന്നത് ഇപ്പോൾ വളരെ സെക്കൻഡുകളാണ്. ഓരോ കുടകളിലും പ്രപഞ്ചം ഇതൾ വിടർത്തുന്നു. ഓരോ കുടകളും ഒരു പൂ വിരിയുന്നത് പോലെ, ഓരോ കുടകളും ഒരു നക്ഷത്രം താഴേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ ആനന്ദത്തിൻ്റെ അവസാനിക്കാത്ത അവസ്ഥകളെ മനുഷ്യന് സമ്മാനിച്ചുകൊണ്ട് നോക്കൂ, എത്ര ലളിതം, എത്ര മനോഹരം. ആ വെള്ളിയെലുക്കിട്ട ആ കുടകൾക്ക് ആ മീതെയുള്ള ആ നിറത്തിന് ഓരോ മനുഷ്യൻ്റെയും ഹൃദയം കവരാനുള്ള ശേഷിയുണ്ട്. അതാണ് മനുഷ്യന്റെ സർഗശേഷി, അത് ദൈവത്തിനുള്ള വഴിപാട്. അത് വീണ്ടും അടുത്ത കുട പാറമേക്കാവ് വളരെ സൂക്ഷ്മമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുള്ള കുടകളാണ് ഇത്തവണ. അവർ സ്പെഷ്യലൈസേഷൻ അതിലാണെന്ന് തോന്നുന്നു. ആ മനോഹരമായ ചക്രങ്ങൾ എന്നതുപോലെ പ്രതീകങ്ങളാക്കിക്കൊണ്ടുള്ള കുടകളാണ് പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത്. കൂടുതൽ ദൂരെ നോക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാർന്ന കുടകൾ എന്നതുപോലെ. കാരണം സൂര്യൻ ഇതാ പിൻവാങ്ങുന്നു. സൂര്യൻ ഇങ്ങനെ അതിമനോഹരമായ ആ നിറത്തിലേക്ക് പരിണമിക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന നിറം ടിവിയിൽ കാണുന്നതിനേക്കാളും അപ്പുറത്ത് നേരിൽ നിൽക്കുമ്പോൾ ഈ കുടകൾ കാണുമ്പോൾ ആ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർക്ക് മീതെ ആ തങ്കാച്ഛാദിതമായ ആ കുടകൾ കാണുമ്പോൾ അത് വിവരിക്കാനാവാത്ത ഒരു കാഴ്ചാനുഭവമാണ്. അത് ഇരുവശത്തും ഈ കുടകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അത് ആ കുടകൾ എത്ര കണ്ടാലും മതി വരില്ല. പക്ഷേ വീണ്ടും മാറുന്നു. ഇത്തവണ രൂപമാറ്റങ്ങളിലേക്ക് വരാൻ ഇനി അധികം സമയമില്ല. വീണ്ടും പാറമേക്കാവിന്റെ കുടമാറ്റമാണ്. വയലറ്റ് നിറത്തിലുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടിയുടെ മറുപടിയും. നടുക്ക് അതിമനോഹരമായ കുട, അതിൽ ഒരു മാല കണക്കെ ലോക്കറ്റ് കണക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഡിസൈനുകളുമായി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കുടകളാണ് നമ്മൾ ഓരോ
ഓരോ കുടയ്ക്കും പിന്നിലും ഓരോ കലാകാരനെയും എത്രയോ സമയത്ത് ഇതാ കണ്ടോ, എത്ര ചെറിയ നിറങ്ങൾ ചേർത്തിണക്കിക്കൊണ്ടാണ്. മേൽക്കാവിൽ ഭഗവതിക്കും കീഴ്ക്കാവിൽ ഭഗവതിക്കും നക്ഷത്രങ്ങളെ സമ്മാനിക്കുന്നുവെങ്കിൽ അമ്പാടിക്കണ്ണനും തിരുവമ്പാടി ഭഗവതിക്കും ഇതാ ഞങ്ങളുടെ പട്ടാമ്പരം ചാർത്തിക്കൊണ്ട് തിരുവമ്പാടി പാറമേക്കാവിന് മറുപടി നൽകുന്നു. അത് എത്ര മനോഹരം! മനുഷ്യന്റെ മത്സരമാണിത്. അവിടെ ഒരു അനുനിമിഷം ഈ മത്സരം മറ്റൊരു അസാധാരണ തലത്തിലേക്ക് കടന്നെത്തുന്ന കാഴ്ച. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ നിമിഷവും മനുഷ്യ മനസ്സിനെ വിസ്മയിപ്പിക്കുന്ന അടുത്ത കുടകൾ ഉയർത്തി കഴിഞ്ഞു. പാറമേക്കാവ് ഇത്തവണ തിരുവമ്പാടി ഈ പാറമേക്കാവ് നടപ്പാണ്ടി പോലെ നടക്കുമ്പോൾ തന്നെ കുടയുയർത്തിയെങ്കിൽ ഇത്തവണ പാറമേക്കാവിന്റെ കുടയിൽ ഇതാ ശിവനാണ്, പരമേശ്വരനെ ആലേഖനം ചെയ്ത അതിമനോഹരമായ കുടകളാണ്. വടക്കുന്നാഥനുള്ള സമർപ്പണമായി പാറമേക്കാവിൽ അമ്മയുടെ സമർപ്പണം ഇതാ. വടക്കുന്നാഥ, ഈ കുടമാറ്റത്തിലും അങ്ങയുടെ സാന്നിധ്യം അതിമനോഹരമായി ഈ കുടകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. വടക്കുന്നാഥ എന്ന് തൃശൂലം ചാർത്തിയ കുടകളാണ് തിരുവമ്പാടിന്റെ സാക്ഷിയായ വടക്കുന്നാഥന്റെ തന്നെ ആലേഖനം ചെയ്ത കുടകളാണ് പാറമേക്കാവെങ്കിൽ അദ്ദേഹത്തിന്റെ തൃശൂലം ആലേഖനം ചെയ്ത കുടകളുമായി തിരുവമ്പാടി. അതിമനോഹരമായ മറ്റൊരു ദൃശ്യാനുഭവം ഇതാ തൃശ്ശൂരിൽ മിഴി തുറക്കുകയാണ്. എത്ര കണ്ണുകളുണ്ടായാലും കണ്ടു തീരാനാവാത്ത, എത്ര കണ്ടാലും തീരാത്ത വീണ്ടും അടുത്ത കുടകളുമായി പാറമേക്കാവ് അടുത്ത സെറ്റ് കുടകൾ ഉയർത്തുന്നു. ആ കുടകളിലും അതിമനോഹരമായ ചിത്രങ്ങളുണ്ട്. അതിന് പിന്നാലെ മധുഹട്ടാരൂപങ്ങൾ ഇതാ ശിവശക്തി സ്വരൂപത്തെയാണ് പാറമേക്കാവ് തങ്ങളുടെ കുടകളിൽ ആലേഖനം ചെയ്യുന്ന. അങ്ങനെ പരമേശ്വരിൽ നിന്ന് ആ ഏറ്റവും വലിയ സങ്കല്പത്തിലേക്ക് ഇതാ ഗണപതിയെ ഉയർത്തിക്കൊണ്ട് രൂപങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. ഉമാമഹേശ്വരന്റെ ആ സങ്കല്പത്തെ ഒരു വിഭാഗം ഉയർത്തുമ്പോൾ ഗണപതിയെ തന്നെ, ആ ഉമാമഹേശ്വരന്റെ തുടർച്ചയായ ഗണപതിയെ തന്നെ, വിഘ്നേശ്വരനെ തന്നെ ഉയർത്തുന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ വണങ്ങിക്കൊണ്ട്, വിഘ്നേശ്വര, എല്ലാ വിഘ്നങ്ങളും ഈ കൂടിയിരിക്കുന്ന സർവ്വ മനുഷ്യരുടെയും പ്രതിസന്ധികളെ, ജീവിത പ്രശ്നങ്ങളെ, വിഘ്നങ്ങളെ എല്ലാം നീ തീർത്തു കൊടുക്കണമേ, നീ പരിണമിച്ചു കൊടുത്തേക്കണമേ, നീ അവർക്ക് നന്മയുടെ വഴിയിലേക്ക് പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്തേകണമേ എന്ന പ്രാർത്ഥനയുമായി വിഘ്നേശ്വരനെ അണിനിരത്തിക്കൊണ്ടാണ് തിരുവമ്പാടി പാറമേക്കാവിൽ ദേവിയുടെ രൗദ്രഭാവത്തിലേക്ക് കടക്കുന്നു. ഇതാ ദേവിയുടെ രൗദ്രഭാവത്തെ ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവ്. അവിടെ തിരുവമ്പാടി ഗണപതിയെങ്കിൽ സിംഹത്തിൽ ആരൂഢയായ ദേവിയെ നമ്മൾ കാണുന്നു, ദുർഗയെ നമ്മൾ കാണുന്നു. ആയുധങ്ങൾ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. ആ ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ രൂപങ്ങളും ഇവിടേക്ക് ആവർത്തിക്കുമ്പോൾ സിംഹാരൂഢയായി കടന്നെത്തുന്നു ദേവി. മറുവശത്ത് തിരുവമ്പാടിക്ക് മറുപടിയില്ലാതെ തീരുന്നതിന് മുമ്പേ കുടകൾ മാറുന്നു എന്നതാണ് സങ്കടം. അതുകൊണ്ട് കണ്ടു തീരുന്നതിന് മുമ്പേ കുടകൾ മാറും. പല 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 പച്ചപ്പുകളിൽ ഒന്ന് ഇതാ ഞങ്ങൾ നിനക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. വടക്കുന്നാഥ, ഇത് തിരുവമ്പാടിയുടെ വഴിപാട്, അത് നൽകുകയാണ് വടക്കുന്നാഥന്. ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായിരിക്കുന്ന ഉമാമഹേശ്വരന്മാർക്ക് അതിന് ഞങ്ങളുടെ സമർപ്പണം. മറുവശത്ത് തൃശൂലാങ്കിതമായ ആ കുടകൾക്ക് മുകളിൽ അതിനപ്പുറത്ത് ദേവിയെ അവതരിപ്പിക്കുമ്പോൾ അവതീർണമാകുന്നത് മനുഷ്യന്റെ അന്യൂനമായ സർഗ വൈഭവം തന്നെ. ഏറ്റവും മനോഹരമായ കുടകളെ ഈ രൂപങ്ങളും ഒരു സാമ്പിളാണ്. കാരണം ഗണപതിയെ ഉയർത്തി തിരുവമ്പാടി കാണിച്ചപ്പോൾ ഞങ്ങളിതാ ദേവിയെ, മഹേശ്വരിയെ, മഹാലക്ഷ്മിയെ പല രൂപത്തിൽ, പല ഭാവത്തിൽ, മാതൃരൂപേണ, ശക്തിരൂപേണ, സിദ്ധരൂപേണ, അങ്ങനെ പല വിധത്തിൽ നമ്മൾ ആരാധിച്ചു പോരുന്ന ദേവി സങ്കല്പത്തെ പല വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പാറമേക്കാവ് കുടമാറ്റത്തിൽ തങ്ങളുടെ രൂപമാറ്റത്തിലേക്ക് കടക്കുന്നത്. വീണ്ടും കുടകൾ രൂപങ്ങളിൽ നിന്ന് വീണ്ടും കുടകളിലേക്ക് വഴിമാറുന്നു. വീണ്ടും സ്വർണ്ണ നിറങ്ങളാൽ ഡിസൈനുകളിൽ ചാർത്തി ആലേഖനം ചെയ്ത കുടകൾ ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവ്. അതിലുമുണ്ട് അതിമനോഹരമായ ചിത്രപ്പണികൾ. അതിന് ഇനി തിരുവമ്പാടിയുടെ മറുപടി എന്താണ്? അവിടെ വിഘ്നേശ്വരനെ പിൻവലിപ്പിച്ചുകൊണ്ട് മറ്റൊന്നിതാ വീണ്ടും കുടമാറ്റ. പച്ചക്കുടകൾക്ക് പകരം ഇതാ വീണ്ടും പിങ്ക് വർണ്ണത്തിലുള്ള കുടകൾ ആകാശത്തേക്ക് ഉയർത്തുകയാണ് തിരുവമ്പാടി. ഗോപുരനടയുടെ ആ ചാരുതയോട് സമ്പൂർണമായി ഒഴുകിച്ചേരുന്ന കുടകളുമായി ഒരിക്കൽ കൂടി തിരുവമ്പാടി ഞങ്ങൾ ഇവിടെയുണ്ട്. നടുവിലാ പച്ചക്കുടയുണ്ട്, ഭഗവതിയുടെ മുകളിൽ ആ പച്ചക്കുടയുണ്ട്, തിടമ്പിനേറ്റ് നിൽക്കാൻ പച്ചക്കുടയുണ്ട്.
പക്ഷേ അതിനപ്പുറത്ത് ഈ തെക്കേ ഗോപുര നടയുടെ ചന്തമത്രയും ആനപ്പുറത്തേക്ക് ആവാഹിക്കുന്ന കുടകൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ വെള്ളക്കുടകൾക്കും മീതെ കൊത്തി വച്ചിട്ടുള്ള ആച്ഛാദിതമായിട്ടുള്ള അതിമനോഹരമായ ഡിസൈനുകളിലൂടെ പാറമേക്കാവ് ഞങ്ങൾ മറുപടി നൽകുന്നുണ്ട്. കൃത്യമായും ഇരുവിഭാഗവും ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ, ഇനി എന്തെന്തൊക്കെ അത്ഭുതങ്ങൾ എന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. സമയം വെറും 6:22 ആയിട്ടേ ഉള്ളൂ. വരാനിരിക്കുന്നതേ ആയിട്ടില്ല. കുടമാറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഒന്ന് ഇരുളുമ്പോൾ പണ്ട് കുടമാറ്റം കഴിയാനുള്ള വ്യഗ്രതയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒന്ന് ഇരുട്ടിക്കിട്ടാൻ കാത്തിരിക്കുകയാണ്. കാരണം ഈ സൂര്യരശ്മികളുടെ മയിൽപ്പീലി നിറത്തിൽ തിരുവമ്പാടിക്കണ്ണന്റെ ഏറ്റവും ഇഷ്ട നിറത്തിലുള്ള കുടകൾ ഉയർത്തിക്കൊണ്ടാണ് തിരുവമ്പാടിയുടെ ഗജവീരന്മാർക്ക് മുകളിലേക്ക് കുടകൾ ഉയരുന്നത്. അതിലും അതിമനോഹരമായ ചിത്രപ്പണികൾ നടുക്കുക. വീണ്ടും പച്ചക്കുട. എനിക്ക് തോന്നുന്നു ഇതുവരെ ഉയർത്തിയതിലൊക്കെ പച്ചക്കുടകളെ നടുക്ക് നിർത്തുന്നതിൽ തിരുവമ്പാടി പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. മയിൽപ്പീലി വർണ്ണത്തിലുള്ള കുടകൾക്ക് നടുക്ക്